കൊച്ചി കടവന്ത്രയിലെ റെയിൽവേ കാറ്ററിംഗ് ഏജൻസിയിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയ സംഭവത്തിൽ പുറത്തുവരുന്നത് റെയിൽവേയുടെ അനാസ്ഥ. ട്രെയിനിൽ ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന റെയിൽവേയാണ് സംഭവത്തിലെ മുഖ്യപ്രതി. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കടവന്ത്രയിലെ ഏജൻസിയെ കുടുക്കിയതെന്നും ശ്രദ്ധേയമാണ്. ട്രെയിൻ യാത്രക്കാർക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭ്യമാക്കും എന്നത് റെയിൽവേ നിരന്തരം പറയുന്നൊരു ഉറപ്പാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ ലോക്സഭയിൽ വാചാലനാവുകയും ചെയ്തു. കിച്ചണുകളിൽ CCTV ക്യാമറ, അരി, പാചക എണ്ണ, ആട്ട, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ സൂപ്പർവൈസർ ഇങ്ങനെ ഉറപ്പുകളുടെ ഒരു പട്ടിക തന്നെ കേന്ദ്രമന്ത്രി എന്ന് ലോക്സഭയിൽ നിരത്തി. ഈ ഉറപ്പിൻ്റെ പൊള്ളത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃശ്യങ്ങളാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ ഭക്ഷണം തയ്യാറാക്കുന്ന കൊച്ചി കടവന്ത്രയിലെ ഒരു കാറ്ററിംഗ് സെൻ്ററിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. റെയിൽവേയുടെ ഏതെങ്കിലും നടപടിയെ തുടർന്നല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തെത്താൻ കാരണമായത്. പഴകിയ ഭക്ഷണങ്ങൾ ഈച്ചയാർക്കുന്ന നിലയിലായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് അന്ന് പിടികൂടിയത്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ഭക്ഷ്യവിതരണം നടത്തുന്ന റെയിൽവേയുടെ അംഗീകാരമുള്ള സ്ഥാപനമായിരുന്നു അത്. വന്ദേ ഭാരതിൻ്റെ സ്റ്റിക്കർ പതിച്ച ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തി. ഇതാദ്യ സംഭവമോ പുതിയ സംഭവമോ അല്ല. ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ശുചിത്വരാഹിത്യവും ഗുണനിലവാരമില്ലായ്മയും തുറന്നു കാണിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ മുൻപ് തന്നെ പലതവണ പുറത്തു വന്നതാണ്. ട്രെയിനിലെ ടോയ്ലറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ചായ തയ്യാറാക്കുന്ന വീഡിയോ ദൃശ്യം അതിലൊന്നായിരുന്നു. ഭക്ഷണത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് ഉയരുന്ന പരാതികൾ സമീപകാലത്ത് വൻതോതിൽ വർദ്ധിച്ചതായി ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. 2022 1192 പരാതികളാണ് റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന് ലഭിച്ചത്. 2023-24 പരാതികളുടെ എണ്ണം 6948 ഉയർന്നു. 500% 2 വർഷത്തിനിടെ പരാതികളിൽ ഉണ്ടായ വർധന. വന്ദേ ഭാരത്, രാജധാനി തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളിലാണ് പരാതി ഏറെയും. 1518 കാറ്ററിംഗ് കോൺട്രാക്റ്റുകളാണ് IRCTCക്കുള്ളത്. ഇത്തരം കോൺട്രാക്റ്റുകൾ പലരും നേടുന്നത് വളഞ്ഞ വഴിയിലൂടെയാണ്. പണമല്ലെങ്കിൽ കേന്ദ്രഭരണത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം. ഇതാണ് കരാർ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം. അതുകൊണ്ട് തന്നെ പഴകിയ ഭക്ഷണത്തെക്കുറിച്ച് എത്ര പരാതി ഉയർന്നാലും നടപടി ഉണ്ടാവാറില്ല. കൊച്ചി കോർപ്പറേഷൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഇടപെടലാണ് കടവന്ത്രയിലെ സംഭവം പുറത്തു വരാൻ കാരണമായത്. അങ്ങനെ പുറത്തു വന്നതുകൊണ്ട് മാത്രം കരാറുകാരനെതിരെ റെയിൽവേ നാമമാത്ര നടപടി സ്വീകരിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.